ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ്. അതുപോലെ തന്നെ കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും കാര്യം എടുത്ത് പറയുന്നത് ഞാൻ പറയുമ്പോഴാണ് കേട്ടോ നിങ്ങൾ ലൈക്ക് കൂടുന്നുണ്ട്, ചെയ്യാൻ മറന്നു പോകുന്നതാണെന്ന് തോന്നുന്നു. അതാണ് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും നിങ്ങളൊരു അഭിപ്രായം കമൻ്റായിട്ടും അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നില്ലേ സാധാരണ 4 മണിക്ക് എണീക്കുന്നത് ഇന്നൊരു 4:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വേഗം സുബഹി നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം വരാം. അപ്പോൾ ഇതാ റഫീഖയും പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ടുള്ള കാപ്പിയില്ലേ, കാപ്പിയും ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ ഇന്നലത്തെ അതായത് ഇത് രാവിലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പം കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കട്ടെ. ശരിക്കും ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു 10-15 മിനിറ്റ് വൈകിയാണ് കേട്ടോ സാധാരണത്തേലും എണീറ്റിട്ടുള്ളത്. ഇവിടെ ഇതൊരു പതിവാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി അപ്പം ചുടുമല്ലോ എന്തായാലും. ആ ഒരു അപ്പത്തിന് ഉണ്ടാക്കിയ ശർക്കര പാനിയില്ലേ, അതിൻ്റെ പാത്രമെങ്കിലും ബാക്കി ഉണ്ടാവും. അതിൽ കുറച്ചിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാപ്പി ഉണ്ടാക്കുക. അതൊരു ചടങ്ങാണ് കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിലുണ്ടാക്കിയ കാപ്പിയും ഉണ്ണിയപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ രാവിലത്തെ ഒരു കാപ്പി, ഒരു ഫ്രഷ് ആവാനുള്ളൊരു കാപ്പിയാണ് കേട്ടോ അത്. അതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ വാവ എണീറ്റിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം റഫീഖ് അതാ മൈതാനിയിലേക്ക് പോവാണ് കേട്ടോ. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഖബറിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എൻ്റെ കുളിയും ഫ്രഷാകലും കാര്യങ്ങളും ഒക്കെ ഞാൻ വേഗം തീർക്കട്ടെ. ഇനിയിപ്പോൾ കിച്ചണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേഗം പായസം ആക്കി വെക്കാനുണ്ട്. എന്നാൽ പിന്നെ ആരെങ്കിലും വന്നാൽ നമുക്ക് വേഗം അത് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാ ഞാൻ തയ്പ്പിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാനൊരു സോഫ്റ്റ് ക്രേപ്പ് മെറ്റീരിയൽ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫുൾ കഫ്താൻ, ഒരു മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്. ഞാൻ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കഫ്താൻ ഡ്രസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ നല്ല ലൂസായിട്ട് നമുക്ക് നല്ല ഫ്രീ ആണ്. നമ്മൾ വീട്ടിൽ എന്താ പറയുക സാധാ ഡ്രസ്സ് ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളാണല്ലോ ഞാൻ ഇടാറ്. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ സാധാ മാക്സി ഡ്രസ്സിനേക്കാളും കംഫർട്ടബിളായിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടാ കഫ്താൻ ഈ ഒരു മാക്സി ഡ്രസ്സ് ഇട്ട സമയത്ത്. ഇതിൻ്റെ ക്ലോത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 100 ആ ഒരു റേറ്റൊക്കെയാണ് ക്ലോത്തിന് വരുന്നത്. എനിക്ക് കറക്റ്റ് പറയാൻ ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിനായിട്ട് ഒക്കെ നമ്മളൊന്ന് കുളിച്ച് ഒക്കെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ളൊരു ലിപ് ബാമില്ലേ, ഇതെനിക്ക് ക്രാഫ്റ്റ് വിത്ത് ഐഷ് എന്നുള്ള അവരുടെ ഇൻസ്റ്റഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. അതിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു നാച്ചുറൽ പിങ്കില്ല, നമ്മൾ ലിപ്പിനൊക്കെ ഉണ്ടാകുന്നൊരു പിങ്ക്, അത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബീട്രൂട്ടിൻ്റെതാണ്. നമുക്കതിൻ്റെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. ഒരു ആയുർവേദ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു ലിപ് ബാമും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കോൾ ആക്കാൻ പറ്റില്ല, മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നതാണ്. പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ലൈറ്റ് പിങ്ക് കളറും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതാ നേരെ ഉരുളിയെടുത്ത് അടുപ്പത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഉരുളിയൊക്കെ കഴുകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാമ്പഴം വെച്ചിട്ടുള്ള പ്രഥമനാണ് കേട്ടോ. മാമ്പഴ പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ രാത്രിയിൽ മാങ്ങയൊക്കെ റഫീക്ക കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഒരു 6 നല്ല മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. മധുരം കുറവാണെങ്കിൽ നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുക്കാം. മധുരം കുറവാണെങ്കിൽ ശർക്കര അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. എന്നാലും ശർക്കര പാനി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പായസം ആക്കി എടുക്കുമ്പോഴത്തേക്കും
അപ്പോൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യും ആ മാങ്ങയുള്ള കോമ്പിനേഷനിലെ അതിലിങ്ങനെ വരണ്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ. അപ്പോൾ അതിൽ കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു മാങ്ങ ഒന്ന് ലൈറ്റായിട്ട് കുക്കാവുകയും ചെയ്യും. നമുക്ക് മനസ്സിലാവും കേട്ടോ, അതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവും. അപ്പോൾ അതവിടെ കുക്കാവട്ടെ. മറ്റേത് ആശാന്റെ അടുത്താണെങ്കിൽ 20 വെച്ച് കണക്കൂട്ടു. അപ്പോൾ അത് ടേബിളിൽ സെറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം സമയമില്ല, എൻ്റെ പായസം അടുപ്പത്തുണ്ടല്ലോ. ഞാൻ വാവനെ ഇവിടെ ആക്കിയിട്ടാട്ടോ റഫീഖ വന്നപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ മാങ്ങ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റൊക്കെ മതിയാവും. ഇനി അതിലേക്ക് ഇതാ ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാര്യം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ പായസം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ആ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് തീ കൂട്ടി വെച്ചോട്ടെ. ഇപ്പോൾ കുഴപ്പമില്ല. മാങ്ങ വരട്ടുന്ന സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉരുളി ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അടിക്കി പിടിക്കുക. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ശർക്കരയും മാങ്ങയും എല്ലാം തമ്മിലൊന്ന് യോജിച്ച് തിളച്ച് ഒന്ന് കുറുകി സെറ്റായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പ്രഥമനല്ലേ. എനിക്ക് കുറച്ചുകൂടെ മധുരം വേണം തോന്നി, അപ്പോൾ കുറച്ചുകൂടെ മധുരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്കിയുള്ളതും കൂടെ. ഇനി അതൊന്ന് തിളച്ച് നല്ല റെഡിയായിട്ട് ഒന്ന് കുറുകി വന്ന സമയത്ത് പെട്ടെന്നാവട്ടെ, മാങ്ങയല്ലേ നല്ല കുറുകി ആയിട്ട് വരും, ലൂസായിട്ടൊന്നും പോകില്ല. 2-ാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങേൻ്റെ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 തേങ്ങേൻ്റെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലേക്ക് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. 4 തേങ്ങേൻ്റെ 1-ാം പാൽ മാറ്റി വെച്ചു, 2-ാം പാൽ ആണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഉള്ളതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ഞാൻ അപ്പുറത്ത് നമ്മൾ സാബൂനരി ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതാ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിലിട്ടിട്ട് പിന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുത്തിട്ടുള്ളതാണേ. അപ്പോൾ അത് വേവുന്നൊരു സമയം അറിയില്ല. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ പായസം ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് അത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സാബൂനരി ഒരു കപ്പൊക്കെ എടുത്തിട്ടുണ്ട്, 1 കപ്പ് 1/4 കപ്പ്. നിങ്ങളെ മാങ്ങയൊക്കെ എടുത്ത് പായസം എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് ഒന്ന് കുറുകി നമുക്ക് ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഇല്ല, ടൈറ്റും അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും മതി കേട്ടോ. പിന്നെ മാമ്പഴം ആയതുകൊണ്ട് കുറച്ച് ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ സാബൂനരി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കുറുകി വരും കുറച്ച് സമയം കഴിയുമ്പോൾ കേട്ടോ. ഭയങ്കര ലൂസായി പോകരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പായസത്തിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശർക്കരയാണെങ്കിലും ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഒരുപാടാവരുത്, കാര്യം ഏലക്കപ്പൊടീൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിലേക്ക് വരും, മാങ്ങേൻ്റെ ഫ്ലേവർ പോവുകയും ചെയ്യും. അത് വരരുത് കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു പായസത്തിലേക്ക് ഒരു കുറച്ച് ചെറിയൊരളവ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ തിളപ്പിക്കേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെ പായസം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിരിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലേക്ക് നമുക്ക് പായസം കിട്ടും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാൻ ഇതൊന്ന് വറവിട്ടെടുക്കണം, അങ്ങനെ അതും കൂടെ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണം, ആ ഒരു പണി മാത്രമേ ഉള്ളൂ. പാൽ ഒഴിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ആവശ്യമുള്ളവരും അത് കണ്ടു നോക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മസും ചേർത്തിട്ടൊന്ന് വറവിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കില്ലേ തേങ്ങാക്കൊത്ത് ഒരു കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കും നിസ്കരിക്കാനായിട്ട്, കാരണം ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ നമ്മളതെല്ലാവരും കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു സമയത്ത്
അങ്ങ് നിസ്കരിക്കാൻ അങ്ങ് കയറിയാൽ മതി. ഇപ്പം ഇതാ നമ്മളൊരു വെൽക്കം ഒരു ഇതിൽ അദ്ദേഹൻ്റെ ഒരു വെൽക്കം ബോർഡും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഞാൻ ലിബാം തന്ന ആ ഒരു അവരെന്നെ നമുക്ക് അയച്ചു ആ ഒരു പേജിൽ തന്നെ നമുക്ക് ക്രാഫ്റ്റ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജിൽ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അവരുടെ ഡീറ്റെയിൽസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് അത് കാണാൻ. നമുക്കൊരു ഈദ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, അവർ കുറേ അധികം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ മുസല്ല, ഹാമ്പേഴ്സ്, റെസിൻ വർക്ക്സ്, ഫ്രെയിംസ് വർക്ക്, വാളറ്റ് ഒക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, മുസല്ലയും കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവരാണ് കേട്ടോ നമുക്ക് ഈദിന് സ്പെഷ്യലായിട്ട് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനൊരു 2 സാധനം ഓർഡർ ആക്കുന്നുണ്ട്, നിങ്ങൾക്കും കൂടെ വേണമെങ്കിൽ അത് ഓർഡർ ആക്കാമെന്ന്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം മഴേൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവർക്കത് സെറ്റായിട്ട് വരാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഈ ഇതിന് വാങ്ങാൻ പറ്റില്ല. ഇൻഷാ അള്ളാ ഞാൻ കാണിച്ചു തരാം. ഞാൻ ടേബിളും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അടുത്ത ഇതിലേക്കും. പിന്നെ നമുക്ക് ഡെയിലി നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെക്കോറായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ഐറ്റം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് ഓർഡർ ആക്കാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മളെ ടേബിളും കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് എടുക്കട്ടെ. റഫീഖ കൊണ്ടുവന്ന ആ ഒരു ഫ്ലേവർ ഇല്ലേ, അത് വെച്ചിട്ട്. അപ്പോൾ നേരത്തെ കണ്ട കുട്ടികൾ നമ്മളെ മുന്നിലുള്ള എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്ന ഷാനും ഒന്ന് അപ്പുറത്ത് നമ്മളെ മാൾത്താത്താൻ്റെ മോളുമാണ് കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, തലേ ദിവസം ഞാൻ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കാനേ ഉണ്ടാവുള്ളൂ. ബെഡ്ഷീറ്റ് മാറ്റലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തലേ ദിവസം എല്ലാം ചെയ്തു വെക്കുകയാണ് കേട്ടോ ചെയ്യുക. കാരണം പിറ്റേ ദിവസം എനിക്ക് എല്ലാം കൂടെ നടക്കൂല. കുക്കിങ്ങും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടെ വരുമ്പോൾ നമുക്ക് ഗസ്റ്റ് വരലും എല്ലാം കൂടെ നമ്മൾ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഒരു ക്ലീനിങ്ങും വെക്കലില്ല കേട്ടോ. ഒന്ന് അടിച്ചു വാരും താഴെ മാത്രം. അത് മാത്രമേ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും വെറുതെ ഒന്ന് അടിച്ചു വാരും, അത്രേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ആ വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇന്നില്ല. ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കും. അതൊന്ന് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളൊരു സ്പ്രേ ആണെങ്കിലും അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല വീടിൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ആളുകൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടാൻ അത് നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അവരുടെ നിന്ന് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളൊരു ഐറ്റം ടേബിളിൽ നമുക്ക് എപ്പോഴും വെക്കാൻ പറ്റിയില്ലൊരു ഖുറാൻ എഴുത്താണത്. അപ്പോൾ നമുക്കവർ ഇങ്ങനെ ഖുറാൻ വേർഡുകളില്ലേ, നമുക്ക് എന്താണോ ഇഷ്ടം ചെയ്യിപ്പിക്കാൻ അത് അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അങ്ങനെ അവരത് നമുക്ക് ചെയ്തു തരും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. നമുക്കിത് ഇതിന് മാത്രമല്ല എപ്പോഴും നമ്മൾ ടേബിളിൽ വെക്കാം. നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേബിള് നല്ലൊരു ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. ടേബിളിൽ നമുക്ക് കിച്ചണിലൊക്കെ ചെയ്താൽ നല്ല നമുക്കിഷ്ടമുള്ള സ്പേസിൽ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ബെഡ്റൂമിൽ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ വൈറ്റ്, ഞാൻ ഫ്രഷ് ഫ്ലവർ വെച്ചല്ലോ. അപ്പോൾ ഒരു വൈറ്റ് ഫ്ലവർ അത് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന് വെച്ചോട്ടാ. അതും കുഴപ്പമില്ല, അതിലേക്ക് ഇങ്ങനെ നല്ല ലിങ്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൻ്റെ അന്ന് രാവിലെ എനിക്ക് ചെയ്യാനുണ്ടാവുക. ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ ക്ലീനിങ്ങും പരിപാടിയിലേക്കും പോകില്ല കേട്ടോ. പിന്നെ കുക്കിംഗ് തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവുമല്ലോ. പിന്നെ പെട്ടെന്ന് എന്താ പറയുക, ഇന്ന് നിസ്കാരം 8 മണിക്കാണ്. അപ്പോൾ 8:30, 8:45, 9 മണീൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനും വാവയും ഒക്കെ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഈദ് സ്പെഷ്യൽ സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇതാ ഞാനൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത്. ചൂടാകുന്ന സമയത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതന്നെ എടുക്കണമെന്നില്ല. നമ്മളെ വീട്ടിൽ ചിരകിയിട്ടുള്ള തേങ്ങയില്ലേ, അത് മിക്സീൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇനി അത് വാങ്ങുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. തേങ്ങ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. വറുക്കുക എന്ന് പറയുമ്പോൾ
വൈറ്റിൽ നിന്ന് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് വന്നാൽ മതി. ഒരുപാട് കളർ ചേഞ്ച് ആയി ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഞാൻ കളർ കാണിച്ചു തരുന്നത് ഇത് കണ്ട. ഇപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വന്നില്ലേ, ഇത്രയും മതിയേ. പെട്ടെന്ന് കളർ ചേഞ്ച് ആയി പോകും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരുപാട് കളറാക്കി എടുക്കരുത്. ഇനിയിപ്പോൾ ഞാൻ ഒരു 2 മാങ്ങ, 1 കപ്പ് മാങ്ങ, 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ മാങ്ങ തന്നെയാണ്. അതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ പൾപ്പാക്കി എടുക്കുക. പിന്നെ നമ്മൾ പായസത്തിലേക്ക് മാങ്ങ എടുക്കുമ്പോഴും വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ പൾപ്പാക്കി എടുക്കുന്ന മാങ്ങ കേട്ടോ. നമ്മൾ ആദ്യം വരട്ടി കൊടുത്തത് ഉരുളിയിലിട്ടിട്ട് വരട്ടിയില്ല, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനറ്റിലേക്ക് അത് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ കേട്ടോ, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. മധുരം, നമ്മളെ സ്വീറ്റിൽ മധുരം വരണം. മാങ്ങയിൽ മധുരം ഉണ്ടാവും, പിന്നെ മിൽക്ക് മെയ്ഡൊന്നും കൂടെ കിട്ടിയിട്ട് ആ ഒരു സ്വീറ്റ് കഴിക്കുമ്പോഴുള്ള മധുരം ആക്കിയെടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കുറുക്കി ടൈറ്റാക്കിയിട്ട് എടുക്കാം. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ള ഒരു ടൈറ്റ് ഉരുട്ടലല്ല, ഒരു സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകം. ആ രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനിയുള്ളതൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു തിക്കാക്കി എടുക്കുന്ന കാര്യങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇളക്കൽ വിടാതെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അടി കരിയാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടത്തിലുള്ള വലുപ്പത്തിൽ, ഇഷ്ടത്തിലുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയിട്ടെടുക്കാം. അപ്പം ഒരു ചോക്ലേറ്റ് മോൾഡും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം നല്ല രസമാണ്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ അല്ലാണ്ട് തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ വെക്കാം ആക്കിയിട്ടെടുത്തിട്ട്. ഇപ്പം ഇതാകുമ്പോൾ ഒന്നും കൂടെ ഒരു സ്റ്റൈലാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോൾസ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ കയ്യിലാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ആ ഒരു തേങ്ങ പൗഡറില്ലേ, നിങ്ങളത് ആദ്യം ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു പിടി അവിടെ മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് മതി, ഇത്രയൊന്നും ആവശ്യമില്ല, മറന്നു പോകരുത് അത്. അപ്പോൾ അതിലൊന്നിങ്ങനെ പൊതിഞ്ഞെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അത് അവിടെ ഇങ്ങനെ നിന്നാൽ മതി. ആ റോൾ ചെയ്തിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഇത് സ്പെഷ്യൽ സ്വീറ്റ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സീസണല്ലേ, പായസത്തിനാണെങ്കിലും ഇപ്പോൾ മാങ്ങയൊക്കെ എന്താ പറയുക, ചില സ്ഥലത്ത് ഒക്കെ തീർന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കടകളിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇരുന്ന് കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അവൈലബിൾ ആണ് ഈ ഒരു സമയത്ത്, ഈ ഒരു സീസണിൽ. അപ്പോൾ ഇല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിയിട്ടും ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് വീട്ടിലുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റായിട്ട് കൊടുക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഈദ് സ്പെഷ്യലായിട്ടാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇനി കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ, നമ്മളെ കൈകൊണ്ടുണ്ടാക്കിയ, കെമിക്കലൊന്നും ഇല്ലാത്ത സ്വീറ്റൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സംഭവത്തിൽ നട്ട്സൊക്കെ പൊടിച്ചിട്ടൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഇതിന് നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ടുള്ളത്, നട്ട്സൊക്കെ വെച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾഡ് ഇത് വീഡിയോ നടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമേ. ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോ. അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ടേബിളിൽ തന്നെ വെക്കട്ടെ, എന്നാൽ വരുന്നവർക്ക് ഇവിടെ തന്നെ എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മളത് റാപ്പ് ചെയ്ത് അടച്ചു വെക്കാം. എന്തെങ്കിലും ഒന്ന് അടച്ചു വെക്കുന്ന ബോക്സിലായാലും വെച്ചാൽ മതി കേട്ടോ. അടച്ചു വെക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രാണിയില്ലേ, അത് വരും കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ. അപ്പോൾ അതൊരു വൃത്തികേടല്ലേ. അപ്പോൾ അങ്ങനെ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ഥിരം നിങ്ങൾ കാണുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ ഓരോരുത്തരെയും പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അളിയനും റഫീഖാൻ്റെ പെങ്ങളെ ഭർത്താവാണ് കേട്ടോ അളിയനും. അതുപോലെ തന്നെ മറ്റേത് നീല ഷർട്ടിട്ടത് നമ്മളെ അമ്മോനാണ്, റഫീഖാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെയാണ് കേട്ടോ, ചെറിയ ആങ്ങളെയാണ്.
പായസം കുടിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ കേട്ടോ. പള്ളിയിൽ അത് ഇനി സൂത്താനത്ത് പോയിട്ട് വരാം. ഇന്നെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ കിട്ടണം. രാത്രിയായോ വന്നപ്പം? മാങ്ങ മാങ്ങ പദം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജംഷി എന്താ ചോറൊന്നും ഉണ്ടാക്കാത്തതെന്ന്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇന്നലെ മന്തിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് ചിക്കനൊക്കെ മസാലയൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മന്തീൻ്റെ അരി. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തു. ഇനി അതൊന്ന് വേവിച്ചിട്ട് ഞാനിപ്പോൾ ചിക്കനില്ലേ നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചാൽ അതങ്ങ് കുക്കറിലേക്ക് എല്ലാത്തിലേക്കും ഒരേ അളവിൽ ഇട്ട് കൊടുത്തു. ഇതാ നമ്മളെ റൈസ് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, ഒരു വിസിലടിക്കുക. നമ്മൾ ഈ ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാനില്ലേ, എന്താ പറയുക, സ്മോക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാര്യം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മന്തിയിലേക്കൊക്കെ സ്മോക്ക് കൊടുക്കില്ലേ, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇപ്രാവശ്യം ഇത് തിരഞ്ഞെടുത്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്മോക്ക് കൊടുക്കുന്നത് ഞാൻ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ചിരട്ട കത്തിക്കണം, ചാർക്കോളൊന്നും പെട്ടെന്ന് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പണി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ മാത്രമല്ല, നമുക്ക് എന്താണോ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കുക്ക് ചെയ്യാൻ, അതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ എന്തായാലും രാവിലെ നമുക്ക് തിരക്കായിരിക്കും, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആക്കിയെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പം അങ്ങനത്തത് തിരഞ്ഞെടുത്താൽ കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊക്കെ എനിക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ തിരഞ്ഞെടുക്കുക. പിന്നെ മന്തിയിലേക്കുള്ള മസാലയൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചല്ലോ, അപ്പോൾ അത് കുക്കറിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി എല്ലാം ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ റൈസും റെഡി ആയി കിട്ടും. ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ മയണൈസ്, അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ ചട്നി, പിന്നെ നമ്മൾ ഗ്രീൻ ചട്നി ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, കാരണം രാവിലെ നമുക്ക് വലിയ പണികളൊന്നും ഇല്ല. റൈസ് ജസ്റ്റ് ഇതുപോലെ ചെയ്യാനല്ലേ ഉള്ളൂ. ബിരിയാണി ആണെങ്കിൽ അത് വഴറ്റി അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റൈസൊക്കെ ആക്കുന്ന സമയത്ത് കിച്ചണിൽ നിന്നിട്ട് കുറച്ച് സമയം നിന്നിട്ട് അത് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ബാക്കി മിൻറ്റ് കാര്യങ്ങളൊക്കെ അത് കഴുകി ക്ലീനാക്കി അങ്ങനത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ തൈരിലേക്ക് നമ്മുടെ പുതിനയും ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് തൈരിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രീൻ ചട്നി റെഡിയാണ്. ഇനി തൈര് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഉപ്പിട്ടിട്ട് അങ്ങനെ ആക്കി എടുത്താൽ മതി. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഈ ഒരു ടൊമാറ്റോ ഒരു പേസ്റ്റ് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി, സവാള, പച്ചമുളക് വേണ്ട, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നാക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ ദാ എൻ്റെ മൈലാഞ്ചിയൊക്കെ നല്ല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ കളറായിട്ട് വരികയാണ് കേട്ടോ ചെയ്യുക. നമ്മുടെ മയാസ് ഓർഗാനിക് ഹെന്നയില്ലേ, അത് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിന് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പം ഞാൻ അത് തന്നെയാണ് കേട്ടോ ഇടയിൽ. നല്ല കളർ കിട്ടും, കളർ ഇങ്ങനെ കൂടി വരും കേട്ടോ. പിന്നെ നമുക്ക് നമസ്കാരത്തിന് അങ്ങനത്തെ പ്രശ്നമില്ല, കാരണം ഇതിങ്ങനെ പൊളിഞ്ഞ് പോരുക അങ്ങനെയല്ല, അതിങ്ങനെ മാഞ്ഞ് പോരുക. നമ്മുടെ സാധാ മൈലാഞ്ചിൻ്റെ ആ ഒരു ഇതിലാണ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇടുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ, അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കല്യാണം ഫംഗ്ഷൻ അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോ, നമ്പർ സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ചില ഓർഗാനിക് മൈലാഞ്ചിയൊക്കെ നല്ല തന്നെ ആയിരിക്കും, പക്ഷേ കളർ കിട്ടില്ല നമുക്ക്. അപ്പോൾ അതൊരു നമ്മൾ കഷ്ടപ്പെട്ടിട്ടിട്ട് എനിക്ക് നല്ല കളർ കിട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ഇപ്പോൾ ഓർഡർ ആക്കുന്നത്.
അപ്പോൾ ഇതാ നമ്മളെ ചട്നിയും കാര്യങ്ങളും എല്ലാം മന്തിയിലേക്ക് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മന്തി എന്ന് പറയുമ്പോൾ സ്മോക്ക് വേണ്ടേന്ന്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ റൈസ് തന്നെയാണ് കേട്ടോ ഇത്. ചോക്ലേറ്റ് എടുത്തോ. എല്ലാരും എത്തിയില്ലേ? ഇഷ്ടപ്പെട്ടോ? ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. ഇതിൽ പറയേ ട്രൈ ചെയ്യാൻ പറയൂ. പക്ഷേ ഇപ്രാവശ്യല്ലേ കേടത് എങ്ങനെ അറിയോ? പൊട്ടിക്കേറിയിട്ട് പൊട്ടിക്കേറിയിട്ട് വീഴുക. ഒരു ഉള്ളിലും ഒരു സൈസ് ഇങ്ങനെ വെള്ളത്തിന്റെ ഇത്. എല്ലാ വർഷവും ഇത് നാശാവലേ ഇല്ല. ഇത് പറഞ്ഞിട്ട് പോകുമ്പോളാ എന്താടാ വരുമ്പോ പോയി ഒന്നിക്കല്ലേ. അപ്പോൾ ഉപ്പയും ആങ്ങളെയൊന്നും ചോറ് കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പായസം സ്വീറ്റ് അങ്ങനത്തതൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നമ്മളെ തയ്ച്ച് കിട്ടിയ ഡ്രസ്സില്ലേ അപ്പം അതൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. നമ്മളെ ഈദ് ഡ്രസ്സ് ഒക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറട്ടെ കേട്ടോ. അപ്പം നമ്മളെ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഡ്രസ്സ് മാറുക. വേറെ ആരെങ്കിലുമൊക്കെ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കട്ടെ. ഇപ്പോൾ ചെരുപ്പ് ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജൂട്ടി ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വാങ്ങുന്നത് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ആ ഒരു ജൂട്ടിക്ക് റേറ്റ് വരുന്നത് 1000 സംതിങ് ആട്ടെ വരുന്നത്. 1100 200 അങ്ങനെ എന്തോ ആണ് വരുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെത് ചോദിച്ചത് ഞാൻ ആ ഒരു നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്ത് വാങ്ങുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും 2000 ആയിട്ടില്ല കേട്ടോ. ആ ഒരു 1800 ആ ഒരു റേറ്റിലാണ് എനിക്കത് മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞപ്പോൾ തയ്ച്ചിട്ടും എല്ലാം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു കഫ്താൻ ടൈപ്പിലാണ് കേട്ടോ, കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഒരു കഫ്താൻ ടൈപ്പിലാണ് ടോപ്പ് തയ്ച്ചിട്ടുള്ളത് കേട്ടോ. പാൻറ്റ് ഇങ്ങനെ കുറച്ച് ഷോർട്ടാക്കിയിട്ട്, അപ്പോൾ പിന്നെ നമ്മൾ പാൻറ്റ് കുറച്ച് ലൂസാക്കിയാൽ മതി, ആ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പാൻറ്റ് കുറച്ച് ലൂസാക്കിയിട്ടും ടോപ്പ് കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ തയ്പ്പിച്ചിട്ടുള്ളത്.
അപ്പം ഇതും നമ്മളെ മാളുത്താത്ത എൻ്റെ ഞാൻ രാവിലെ കുളിച്ച് മാറ്റിയിട്ടുള്ള ഡ്രസ്സും ഇതും എല്ലാം മാളുത്താത്ത തന്നെ തയ്ച്ചതാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്കും കൂടെ ഉണ്ടാക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മുടെ ബദാം മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, പാലും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചായക്കൊക്കെ വെക്കുന്നത് പോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു, മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ബദാം ഡ്രിങ്കിൻ്റെ മിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതൊരു രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ നമുക്ക് ആവശ്യത്തിന്, ഫ്ലേവറിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, കുറേയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതിയാവും, ചേർത്ത് കൊടുക്കുക. മധുരം ആവശ്യത്തിന്, ഒരുപാടങ്ങ് മധുരം ഇടണ്ട, ഒരു ആവശ്യത്തിലുള്ള മധുരം കൂടെ ഇട്ടാൽ ഇനിയൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ സെർവ് ചെയ്യാം. ഇത് ചൂടോടെ, തണുപ്പിച്ചിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ ചൂടുള്ള സമയത്താണ് നമുക്ക് തണുത്തിട്ട് കുടിക്കാം, അല്ല തണുപ്പിലാണെങ്കിൽ നമുക്ക് ചൂടോടെ കുടിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു ഭയങ്കര തിളച്ച ചൂടല്ല, ഒരു ലൈറ്റ് ചൂടല്ലേ, അതിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു കുറച്ച് ബദാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവിടെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കുമ്പോൾ. ഇത് നമുക്ക് നല്ലൊരു വെൽക്കം ഡ്രിങ്കാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ലത് നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ എനിക്ക് ചൂടോടെ കഴിക്കുമ്പോൾ അത് പേഴ്സണലി ഒന്നുകൂടെ നല്ല ഇഷ്ടം. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മഴയത്ത് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ. അതെയോ? കേറിയില്ല, എനിക്കറിയാം. വള്ളക്ക് 64,000. 2, 3 അങ്ങനെ പോയിട്ട് പിന്നെ 10 ലക്ഷം. നേരം ഗോൾഡ് അത് മില്യൺ 1 മില്യൺ. അപ്പോൾ ഇതാ നമ്മളെ മന്തിയൊക്കെ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്യട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കിട്ടത്. നമ്മളിങ്ങനെ കുക്കറിൽ വിസിലടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ റൈസൊക്കെ അല്ലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ചിക്കൻ ആണെങ്കിലും വേവോ, ഒരു വിസിലിന് വേവോ അല്ലെങ്കിൽ 2 വിസിലിന് വേവോ എന്നുള്ള ഡൗട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. നല്ല വെന്തിങ്ങനെ ഉടയും കേട്ടോ നമ്മളധികം വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് എല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും, ആ രീതിയിലായി കിട്ടും. അപ്പോൾ ഞാൻ ബീഫ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. ഇനി അത് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണൊന്ന് അവിടെ നിൽക്കണേ, ഫോണ് ചാർജിലിട്ട്.
അപ്പോൾ ഇതാ അവർ പോവുകയാണ് കേട്ടോ. ഇനി ഇവർ പോയിട്ട് വേണം കുറച്ച് പേർക്കും കൂടെ വരാൻ. अभी चल रही വെള്ളം ആർക്കയച്ചു കൊടുക്കാൻ നിങ്ങൾ പറയുന്നത്? പണിക്ക് വിളിക്കണം എല്ലാവർക്കും, വൈറലാവും നിങ്ങൾ. അപ്പം എല്ലാവരും നിങ്ങളെ പണിക്ക് വിളിക്കണം. എടുത്തതാ എടുത്തു. ഇല്ല, കറുത്തിട്ടൊന്നുമില്ല, വെളുത്തിട്ട് സുന്ദരി. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടുവെക്ക്. ഇനിയിപ്പോൾ നമ്മൾ സുഹൃത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. റഫീഖാൻ്റെ പെങ്ങൾ കൽപ്പറ്റ തന്നെയുള്ള പെങ്ങളില്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 7:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് റമൽത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഒന്നാമത് ഈ ഒരു പെരുന്നാളിന് കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും, അറവും കാര്യങ്ങളും എല്ലാം ആകുമ്പോൾ. പിന്നെ അത് കിട്ടി നമ്മൾ ഇറച്ചിക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബിസി ആവും അല്ലേ. അപ്പോൾ വാവ ഏട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ റമൽത്താൻ്റെ വീട്ടിൽ. അവർ 2 ദിവസം അവിടെ നിൽക്കാനും കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മളവിടെ തിരുമണ കരിഞ്ഞെടുത്തുള്ള മാങ്ങല്ലേ, അങ്ങനത്തെ മാങ്ങ അസിനെ നാൾ പോയി വരുമ്പോൾ അവിടെ കരയിൽ കൊണ്ടുവന്നതാ. കൊണ്ടുവന്നിട്ട് ഒരു 3 ദിവസം അത് അതായിട്ട് ഉണ്ടായതാണ്. അതിന് ശരിയാവില്ല എന്ന് പറഞ്ഞു. ചോറൊന്നുമില്ല. ഇവിടെ ചിക്കൻ ബിരിയാണിയും സേമിയ പായസവും ആണ് കേട്ടോ. നമ്മൾ എല്ലാ വീട്ടിൽ നിന്നും പെരുന്നാളിന് എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് ടേസ്റ്റ് നോക്കുമല്ലോ. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഈ ബീഫ് കാണിക്കാൻ കാരണം എന്താണെന്ന് അറിയാം, ഭയങ്കര ടേസ്റ്റാട്ടോ ഇവിടുത്തെ ബീഫ്. അളിയനും വെക്കും സുഹൃത്തേയും വെക്കും, രണ്ടാളതും ഭയങ്കര ടേസ്റ്റാണ് ബീഫ്.
അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വെപ്പിക്കുമ്പോൾ വീട്ടിൽ വരുമ്പോൾ വെപ്പിക്കുമ്പോൾ ഞാൻ റെസിപ്പി ആയിട്ട് കാണിക്കാം. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. റഫീക്ക പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പള്ളിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇവിടെ കയറിയിട്ടാണ് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് പുട്ടും ബീഫും കുറേ ബീഫും കഴിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ടേസ്റ്റ് എന്നോട് തന്നെ വന്ന് പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ റെസിപ്പി ചോദിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ ബീഫ് കാണിച്ചു തന്നത്. ഇൻഷാല്ലാ എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം കേട്ടോ റെസിപ്പി ചെയ്യാതിൻ്റെ. ഇവരിതുണ്ട് ഞങ്ങളറിയണ്ടേ സില്ലി പോയിട്ട് നമുക്ക് അപ്പോൾ ഇതില്ലേ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് നമ്മളെ തൊട്ട് മുന്നിലുള്ള നിഷൻ്റെ വീടില്ലേ, അപ്പോൾ അവിടെ ഒന്ന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പകലിൽ ഒന്നും. അപ്പോൾ അവിടെ ഒന്ന് കയറിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. ബിരിയാണിയും ബീഫും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇപ്രാവശ്യത്തെ ഈദ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പിന്നെ ഒരാൾ ഈദ് മുബാറക്ക് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെസ്സി എന്ന് പറഞ്ഞ ആളാണ്. അവരുടെ ഉമ്മാൻ്റെ പേര് ജമീല എന്നാണ് കേട്ടോ. കഴിഞ്ഞ ഇതിനെ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. കണ്ണൂർ മാനന്തേരി അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു, അവിടെയാണ് കേട്ടോ ആൾ. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈദ് മുബാറക്ക്. നല്ല സന്തോഷത്തോടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിച്ചു എന്ന് ഞാൻ കരുതട്ടെ, വിശ്വസിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.